ഇവൻ ഇത് എവിടെ പോയി കിടക്കുക? ഈ നേരത്ത് സത്യനെ എവിടെ പോയി കണ്ടുപിടിക്കുന്ന ഞാൻ ആലോചിക്കണേ. നേരെ ഇരുട്ടിയില്ലേ സാറേ, ഇനി ഇപ്പൊ അവനെ വല്ല ഷാപ്പിൽ നോക്കിയാ മതി. നേരെ മിരുട്ടിയിട്ടൊന്നുമില്ല, കണ്ണീന്ന് ഗ്ലാസ് എടുത്ത് മാറ്റി നോക്കിയാ മതി. നീ എന്താ അങ്കമാലിന്ന് കണ്ണോപ്പറേഷൻ കഴിഞ്ഞ് വന്നിരിക്കുക? അയ്യോ ദേ സാറേ അവൻ എവിടെ? സത്യ ഇവിടെ തന്നെ. നിർത്തി. എടാ സത്യ, നിന്നെ പിന്നെ പോലീസിൽ എടുത്തടാ. നീ ആ വള്ളം കൂടെ അടുപ്പിച്ചേ. ഇങ്ങോട്ട് അടുപ്പിക്കടാ. നിന്നെ പിടിച്ചുകൊണ്ട് പോകാനൊന്നുമല്ല, എനിക്കും കൂടെ അങ്ങോട്ട് കയറാനാ. ശരിയാവില്ല സാർ, ഞാൻ ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇല്ല, മടുത്തു. ജാതിയുടെ പേരിലും അല്ലാതെ ഉള്ള ഈ തരം താഴ്ത്തലുകൾ. ഞാൻ എൻ്റെ അമ്മയുള്ള ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ചോളാം. നീ ഈ പറയുന്നത് ആത്മാർത്ഥതയോടെ ആണെന്ന് എന്റെ മുഖത്ത് നോക്കി പറയാൻ നിനക്ക് കഴിയോ? പറയടാ. എന്റെ കൺമുമ്പിലാ നീ വളർന്നത്. എന്റെ പഴയ കാക്കി കുപ്പായം ധരിച്ച് കണ്ണാടിയുടെ മുന്നിൽ നിന്നും സല്യൂട്ട് ചെയ്ത ഒരു 10 വയസ്സുകാരന്റെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിൽ മായാതെ കിടക്കുന്നു. പഠിക്കണമെന്ന്, എന്നെ പോലൊരു പോലീസ് ഓഫീസർ ആവണമെന്നുള്ള ആ 10 വയസ്സുകാരന്റെ ആഗ്രഹം അവനെ സർക്കിൾ ഇൻസ്പെക്ടർ സത്യനാഥനാക്കിയത്. എനിക്കറിയണം നിനക്ക് കാക്കി കുപ്പായത്തോട് വെറുപ്പായോന്ന്. ആ പഴയ ബാലന്റെ മനസ്സ് നിനക്കിപ്പോ കൈമോശം വന്നു. മനസ്സ് കൈമോശം വന്നിട്ടൊന്നുമില്ല സാർ. കാക്കിക്കുപ്പായത്ത് വെറുക്കാൻ ഈ ജന്മനിക്ക് കഴിയൂല. പക്ഷേ നിന്നെ തരം താഴ്ത്തുന്നവരോട് പോവാൻ പറയടാ. കാലം അവരെ നിന്റെ വഴിയിലെത്തിക്കും. നിന്റെ മുന്നിൽ സല്യൂട്ടടിച്ച് ഓച്ചാനിച്ച് നിൽക്കുന്നവരായിട്ട് അതും ഞാൻ ഈ കണ്ണുകൊണ്ട് കാണും. നീ എന്താ ഒന്നും മിണ്ടാത്ത? ഞാൻ എന്ത് പറയാനാ? സാറ് തീരുമാനിക്കുന്നൊക്കെ ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. തൊപ്പി തല വെക്കടാ. ആ ഇതാ പിടിച്ചോ. പോയി വാടാ. ഹലോ, ഒന്ന് നിന്റെ ക്രെഡിറ്റ് അടിച്ചെടുത്തതും നിന്നെ ചൊറിഞ്ഞത് കൊണ്ടുവാ നീ എന്നെ തല്ലിയെന്ന നിന്റെ വളർത്തച്ഛൻ വീറോടെ വാദിച്ചത്. അയാള് ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുകുന്ദൻ തോറ്റു എന്നർത്ഥമില്ല. കളിക്കളത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുക ഞാൻ. പിന്നെയും ഇനി അങ്ങോട്ട് നിന്നെ ഞാൻ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. നീ തല്ലുന്ന എനിക്കൊന്ന് കാണണം. വരട്ടെ. മുകുന്ദൻ സാറേ, മട്ടാഞ്ചേരിയിൽ ഈ മുകുന്ദൻ സർക്കിളിന്റെ കീഴിൽ ഞാൻ സാധാ എസ് ആയിരുന്ന കഥ സാറന്ന് ക്ലബിൽ വെച്ച് വിസ്തരിക്കുന്ന ഞാൻ കേട്ടു. മട്ടാഞ്ചേരിയിൽ ഈ മുകുന്ദൻ സാറ് സംരക്ഷിച്ച ആന്റി സോഷ്യൽ ഗ്യാങ്ങിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നതിന്റെ പേരിൽ പ്രമോഷൻ കിട്ടിയ സത്യനാഥൻ തൃശൂർ വേസ്റ്റിൽ CI ആയത്. അല്ലാതെ കൂടെ എല്ലില്ലാത്ത നാക്കിന്ന് വീഴുന്ന സംവരണത്തിന്റെ പേരിലല്ല. മട്ടാഞ്ചേരിയിലെ തറപണിക്ക് തൊപ്പി തെറിക്കുന്ന ഉറപ്പായപ്പോൾ ചില രാഷ്ട്രീയക്കാർക്ക് പിമ്പ് പണി ചെയ്ത CI മുകുന്ദൻ തൃശൂർ ഈസ്റ്റിലേക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഒപ്പിച്ചത്. എന്താ സാർ അടിക്കാത്ത? അടിക്ക്, ഞാനിപ്പോ അങ്ങോട്ട് ചൊറിഞ്ഞു വരാ. സംവരണക്കാരനെ തൊട്ടാൽ ഇപ്പൊ ചോദിക്കാനും പറയാൻ ആൾക്കാരുണ്ട്. ദേഹത്ത് കൈ വീണാ പിന്നെ പ്രതികരിക്കുന്ന അവരായിരിക്കും. കടലിൽ മീൻ പിടിക്കുന്നവൻ മുതൽ മുൻ രാഷ്ട്രപതി വരെ നീളുന്ന അടിസ്ഥാന വർഗത്തിന്റെ പ്രതിനിധികൾ. പിന്നെ പഴയ പോലെ ഡിസ്മിസിൽ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആക്കാനും വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ കൊച്ചു കേരളം ഭരിക്കുന്നതും ഒരു ചെറിയ സംഭരണക്കാരുടാളാ. ഇവിടത്തെ പാവപ്പെട്ടവന്റെ ഒപ്പം നടന്ന് അവന്റെ വീട്ടിലെ കപ്പയും കാന്താരിയും കഴിച്ച് ഒടുവിൽ ഇവിടത്തെ അധ്വാനിക്കുന്ന ജനം തോളിലേറ്റി സെക്രട്ടേറിയറ്റിൽ എത്തിച്ചവൻ. അപ്പൊ പിന്നെ ജോലി പോയി തന്നെ. അങ്ങനെ സംഭവിച്ചാൽ എന്നെ പോലെ വേറെ പണി ചെയ്യാനൊന്നും സാറിന് അറിയില്ലല്ലോ. ആകെ അറിയാവുന്ന പണി ചെയ്യാൻ ഐസ്ക്രീം പാർലറും ബ്യൂട്ടി പാർലറും മന്ത്രിമാരും തന്ത്രിമാരും കൂടി മത്സരല്ലേ. അപ്പൊ പോട്ടെ മൂന്തൻ സാറേ. സാറേ, ഇത്ര കരം പേട്ടി അല്ല സാറിന് കാര്യം പിടിയിട്ടില്ലേന്ന് ഇപ്പൊ നാരായണാരായി. സാറേ, ഫോൺ വന്നു. കേറിയിരിക്കാൻ പറയടോ. സാറേ, ഫോൺ ബെല്ലടിക്കണോ? ഹലോ, ഇൻസ്പെക്ടർ ബൽറാം സ്പീക്കിംഗ്. ഫോൺ അടിക്കണു. ഹലോ, പോലീസ് സ്റ്റേഷനിൽ
ഹൈവേയിൽ മണ്ണുത്തിക്ക് അടുത്ത ഒരു ഓട്ട് കമ്പനി ഒരാൾ കൊല ചെയ്യപ്പെട്ട് കിടന്നു. എന്തായി? എന്തായാലും സാർ, സത്യം പോലീസകത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സർ, ബോഡിയുടെ വയറ്റിൽ കുത്തിയ പാടുണ്ട്. കൂടാതെ തലയിൽ നിന്ന് ഒരുപാട് രക്തം വാർന്നു പോയിട്ടുണ്ട്. കൂടുതൽ അന്വേഷിക്കാനെന്ന് മെനക്കെടണ്ട സാർ. പണം തട്ടാനോ മറ്റോ ആരെങ്കിലും ചെയ്താവും. ഹൈവേയിൽ ദിനംപ്രതി കാണുന്ന അജ്ഞാത മൃതങ്ങളുടെ പട്ടികയിൽ ഒന്നുകൂടി, അത്ര തന്നെ. സംഭവം നടന്നിരിക്കുന്ന എന്റെ സ്റ്റേഷൻ അതിർത്തിയില്ല. എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. സോറി സാർ. താൻ ചൂടാവാതെ, ഇയാള് പറഞ്ഞാലും കാര്യമുണ്ട്. പല പല സ്റ്റേഷനുകളിലായി എത്രയോ കേസുകൾ തെളിയാതെ കിടക്കുന്നു. അങ്ങനെ ഞാനിത് വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല സാർ. ഇവിടെ നിന്നല്ല, ഞാൻ ജോലി ചെയ്ത ഒരു സ്റ്റേഷൻ അതിർത്തിയിലും അജ്ഞാത മൃതദേഹം എന്ന പേരിൽ തെളിയിക്കപ്പെടാതെ കിടക്കുന്ന ഒരു കേസും ഉണ്ടായിട്ടില്ല. ഇവിടെയും അതുപോലെ തന്നെയായിരിക്കും. കൊല്ലപ്പെട്ട ആളുടെ ഊരും പേരും കണ്ടുപിടിച്ച് ഞാനിത് തെളിയിക്കുക തന്നെ ചെയ്യും. സമയം മെനക്കെടുത്താൽ നമുക്ക് പോവാം സാർ. എന്തായാലും എന്റെ സ്റ്റേഷൻ അതിർത്തിയല്ലല്ലോ. സക്കറിയ സാർ, വണ്ടി എടു. നടക്കട്ടെ നടക്കട്ടെ. ഇത് ബോഡിയുടെ അടിവസ്ത്രത്തിന് ഉള്ളിൽ നിന്ന് കിട്ടിയതാ. ബൽറാമേ, യെസ് സർ. ഹൈവേയിൽ രാത്രി തുറന്ന് പ്രവർത്തിക്കുന്ന ചായക്കടകളോ തട്ടുകടകളോ അടുത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഇന്നലെ അസമയത്ത് ആരെങ്കിലും വന്നിരുന്നോ എന്നൊന്ന് അന്വേഷിക്കണം. ഓക്കെ സാർ. ഇൻസ്പെക്ടർ ബൽറാമുള്ള അടുത്ത ചാൻസ് എത്തിക്കഴിഞ്ഞു. ഈ കൊലക്കേസ് ഞാൻ പുല്ല് പോലെ പുഷ്പം പോലെ തെളിയിക്കും. അമ്മടെ മുത്തേ, ഉമ്മ ഉമ്മ